ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചൂട് കാലത്തും നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സമ്മർ ഡ്രിങ്കാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം സബ്ജ സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിലൊന്ന് കുതിർത്തി വയ്ക്കാനാണ്. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. നമ്മളിത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇത് ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് ഈ വേനൽക്കാലത്തൊക്കെ. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുത്തിരിക്കുന്ന ഫ്രിഡ്ജിൽ ഞാൻ തിളപ്പിച്ച് ചൂടാറിയ ശേഷം തണുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അത് ഞാൻ 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണോ അത്രയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൂഹ് അഫ്സയാണ് കേട്ടോ. അത് റൂഹ് അഫ്സ എന്ന് പറയും. ഇത് അറബിക് ഡെസേർട്ടിലൊക്കെ ചേർക്കുന്ന നമ്മൾ നന്നാരി സർബത്ത് പോലെ ചേർക്കുന്ന ഒരു സാധനമാണ്. ഇത് എല്ലാ ഷോപ്പിലും കിട്ടും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇതിന് പകരം റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ റോസ് മിൽക്കൊക്കെ കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക മണമൊക്കെയാണ് റൂഹ് അഫ്സ. അപ്പോൾ ഇത് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഷെയ്ഡ് കിട്ടാനാണ് കേട്ടോ. ഇത് ഈ പാലിൻ്റെ ഈ വൈറ്റ് കളർ കൊണ്ട് മാറി ഒരു പിങ്ക് കളർ കിട്ടുകയും ചെയ്യും. ഒരു മണമൊക്കെയാണ്, ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ റൂഹ് അഫ്സ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും പാലും റൂഹ് അഫ്സ മിക്സും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വന്നില്ലേ? ഇത്രയേ വേണ്ടുള്ളൂ. നമ്മൾ ആകെ കൂടിയുള്ളൊരു പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല ഈ നോമ്പ് കാലത്തൊക്കെ, നോമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ് കേട്ടോ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വാട്ടർ മെലനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ആ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ബാക്കിലെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ വൈറ്റ് കളറല്ലാത്തൊരു ഭാഗമുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഒട്ടും തന്നെ ഇത് കുരുവില്ലാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇത് പക്ഷേ ഇങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള സബ്ജ സീഡ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ 3 സാധനങ്ങളും കൂടെ ഇതിലൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ അരമണിക്കൂർ മുന്നേ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല തണുപ്പോട് കൂടി കഴിക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതുപോലെ തന്നെ വെക്കണം. അപ്പോൾ ഈ വാട്ടർ മെലൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, പാലിൻ്റെ ഈ ഒരു കൂട്ട്, അതെല്ലാം ഇതിലിങ്ങനെ നന്നായിട്ട് പിടിക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റൂഹ് അഫ്സ എന്ന് പറയുന്ന ഈ ഒരു സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് റൂഹ് അഫ്സ സിറപ്പിന്. അപ്പോൾ ഇതില്ലെങ്കിൽ റോസ് വാട്ടർ, റോസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നോമ്പ് തുറ സമയത്തൊക്കെയാണ് എല്ലാവരും ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.